ഡയബറ്റിക് റിവേഴ്സലിനെ കുറിച്ച് ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ വെറും ഒരു ഭക്ഷണത്തിൽ കേന്ദ്രീകരിച്ചതോ വ്യായാമത്തിൽ കേന്ദ്രീകരിച്ചതോ ഉറക്കത്തിൽ കേന്ദ്രീകരിച്ചതോ അല്ലെങ്കിൽ നമ്മുടെ മാനസിക ശാരീരിക സമ്മർദ്ദങ്ങൾ കേന്ദ്രീകരിച്ചതോ മാത്രമുള്ള ഒരു കാര്യത്തിൽ ഒതുക്കാൻ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളെയും ബന്ധിപ്പിച്ച് ഹോളിസ്റ്റിക് അല്ലെങ്കിൽ മൊത്തം കാര്യങ്ങളെയും ക്രോഡീകരിച്ച് കൊണ്ടുവന്ന് പരിശ്രമിക്കുന്നവർ ഒരു പക്ഷേ നാം വിചാരിക്കുന്നതിലും എളുപ്പത്തിൽ പ്രമേഹം റിവേഴ്സ് ചെയ്യാൻ സാധിച്ചേക്കാം. ആദ്യമായി തന്നെ ഈ പ്രമേഹം റിവേഴ്സൽ എന്ന് പറഞ്ഞാൽ മരുന്ന് കഴിച്ച് കഴിഞ്ഞ് ഷുഗർ നോർമലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ മരുന്ന് നിർത്തി കഴിഞ്ഞിട്ട് ഒരു 2 ആഴ്ച ഷുഗർ കൂടുന്നില്ലല്ലോ എന്ന് പറയുന്നതല്ല. ഷുഗർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് കൂടി നിൽക്കുന്ന ഒരവസ്ഥ മാറിയാൽ തീരുന്നതല്ല ടൈപ്പ് 2 പ്രമേഹം. ടൈപ്പ് 2 പ്രമേഹത്തിൽ അതിൻ്റെ സങ്കീർണതകൾ വരാതെ നോക്കണം. അതുപോലെ തന്നെ മരുന്നുകളും ഇൻസുലിനും മറ്റും ഉള്ള നമ്മുടെ ആവശ്യകത കുറയ്ക്കുകയും വേണം. അത് ഗ്രാജുവലി മെല്ലെ മെല്ലെ കുറച്ച് പൂർണ്ണമായി മരുന്നിൻ്റെയും ഇൻസുലിൻ്റെയും ആവശ്യമില്ലാത്തൊരവസ്ഥയിൽ എത്തണം. ഇങ്ങനൊരവസ്ഥയിലെത്തിയാൽ അത് തുടരുകയും വേണം. ഇതിൽ എത്തണമെങ്കിൽ കുറച്ച് അടിസ്ഥാനപരമായ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. രക്തത്തിൽ ഷുഗർ കൂടി മരുന്നുകൾ കഴിച്ചു അല്ലെങ്കിൽ ജീവിതശൈലി മാർഗ്ഗങ്ങൾ നോക്കി ഷുഗർ നോർമലായി എല്ലാം മതിയാക്കി തീർന്നു, അത് ശരിയാവില്ല. അത് മനസ്സിലാക്കണമെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഹൈപ്പർ ഇൻസുലിനീമിയ എന്ന് പറയുന്ന ഒരു കാര്യം മനസ്സിലാക്കണം. അതിന് വ്യക്തമായ കാര്യങ്ങൾ ഒരു ഉദാഹരണത്തോടു കൂടി ഞാൻ പറയാം. ഒരു 35 വയസ്സുള്ള ഒരു വ്യക്തി, ഇതുവരെ യാതൊരു കുഴപ്പമില്ല. ഇപ്പോൾ ചെറിയ ക്ഷീണവും തളർച്ചയും അനുഭവപ്പെട്ടത് കാരണം മൂത്രം പരിശോധിച്ചപ്പോൾ മൂത്രത്തിൽ പഞ്ചസാരയുടെ അളവ് കണ്ടു. അങ്ങനെ ബ്ലഡ് പരിശോധന നടത്തിയപ്പോൾ പ്രമേഹമുണ്ട് എന്ന് സ്ഥിരീകരിച്ചു. അപ്പോൾ ആ 35 വയസ്സുള്ള ഒരു വ്യക്തി എന്താ കരുതുക, എനിക്ക് ഡയബറ്റീസ് ഇന്ന് തുടങ്ങി അല്ലെങ്കിൽ ഇപ്പോഴാണ് എൻ്റെ ഡയബറ്റീസ് തുടങ്ങിയത് എന്നവർ മനസ്സിലാക്കും, അല്ലെങ്കിൽ അദ്ദേഹം മനസ്സിലാക്കും. പക്ഷേ എനിക്ക് പറയേണ്ടത്, പുള്ളി ഒരു 20 വർഷം മുമ്പ്, അതായത് 35 വയസ്സുള്ള ഒരാൾക്ക് 20 വർഷം മുമ്പ് 15ാമത്തെ വയസ്സും അദ്ദേഹത്തിന് അമിത തടി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സാധാരണ ആവശ്യമുള്ളതിലും കൂടുതലായി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഊർജത്തെ ശരീരം വേണ്ട വിധത്തിൽ ഉപയോഗിക്കാത്ത ഊർജത്തെ ശരീരം ഇൻസുലിനും കരളിൻ്റെയും സഹായത്തോടു കൂടി അന്നജത്തെയും മറ്റുള്ള കൊഴുപ്പുകളെയും കൊഴുപ്പിൻ്റെ മറ്റൊരു രൂപമായ ട്രൈഗ്ലിസറൈഡ് എന്ന നിലയിലും ഫാറ്റായിട്ടും നമ്മുടെ ശരീരത്തിൽ പല സ്ഥലങ്ങളിലായിട്ട് ശേഖരിച്ച് വയ്ക്കാൻ തുടങ്ങും. ഇതിനെ ഡി നോവോ ലൈപ്പോജെനസിസ് എന്നാണ് പറയുന്നതെങ്കിൽ പോലും ഈ ഒരു പ്രക്രിയ കുറേ വർഷങ്ങൾ തുടരും. ഷുഗർ കൂടാതെ രക്തത്തിൽ നോക്കുക എന്നുള്ളത് ഇൻസുലിൻ്റെയും നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളുടെയും കടമയാണ്. അതിനാൽ രക്തത്തിൽ ഗ്ലൂക്കോസ് കൂടുന്നില്ല, മറിച്ച് കഴിക്കുന്ന ഊർജം എല്ലാം വേണ്ട പോലെ ചിലവഴിച്ച ശേഷം ബാക്കിയുള്ളത് കൊഴുപ്പിൻ്റെ രൂപത്തിൽ ശേഖരിച്ച് വയ്ക്കുന്നു. ഈ ഒരു പ്രവണത 20-25 കൊല്ലം കഴിഞ്ഞ് കഴിയുമ്പോൾ ശരീരത്തിന് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ എന്താ, കഴിക്കുന്ന ഊർജം ശരീരത്തിന് വേണ്ട വിധം ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? രക്തത്തിലെ ഗ്ലൂക്കോസിന് കൂടി തുടങ്ങും. അപ്പോൾ ഈ കൂടി തുടങ്ങുന്ന സമയത്താണ് നാം പറയുന്നത്, നിങ്ങൾ പ്രമേഹ രോഗിയായി. ശരിക്ക് ഈ പ്രക്രിയകൾ തുടങ്ങിയിട്ട് 2 ദശാബ്ദമെങ്കിലും ആയിട്ടുണ്ട്. ഈ ഒരു 35 വയസ്സുകാരൻ്റെ ഉദാഹരണം വെച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ 20 കൊല്ല കാലയളവിൽ ഉണ്ടായ മാറ്റം ഡോക്ടറെ കണ്ട് 1.5 മാസമോ 2 മാസമോ ആഹാരം നിയന്ത്രിച്ച ഉടനെ മാറണമെന്ന് പറയുന്നതും ശരിയായ കാര്യമല്ല. 20 കൊല്ലമായി നമ്മുടെ ഹോർമോണൽ സംവിധാനത്തിലുണ്ടായ മാറ്റം, ഇൻസുലിൻ്റെ അളവ് കൂടി, കാരണം അമിതമായ രീതിയിൽ ഊർജ്ജം വരുമ്പോൾ അല്ലെങ്കിൽ ഗ്ലൂക്കോസ് വരുമ്പോൾ ഇൻസുലിൻ നമ്മുടെ രക്തത്തിൽ കൂടി നിന്ന് ആ കൂടി നിൽക്കുന്ന ഇൻസുലിനാൽ രക്തത്തിൽ ഗ്ലൂക്കോസ് കൂടാതെ നോക്കുകയും പലപ്പോഴും ആഹാരം കഴിച്ച് കഴിയുമ്പോൾ രക്തത്തിൽ ഗ്ലൂക്കോസ് അളവ് കുറഞ്ഞു പോകുന്ന പ്രവണത, അതിന് ഹൈപ്പർ ഇൻസുലിനിക് ഫേസ് ഉള്ളപ്പോൾ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറഞ്ഞു പോവുകയും ചെയ്യാം. ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഹൈപ്പർ ഇൻസുലിനീമിയ എന്നുള്ള ഒരു വിഷയം കാരണം പലതരത്തിലുള്ള ദോഷങ്ങൾ നമുക്ക് രക്തസമ്മർദ്ദം കൂടാം, ഹൃദ്രോഗം ഉണ്ടാകാം, രക്തധമനികളിൽ കൊളസ്ട്രോളും കൊഴുപ്പും മറ്റും നിക്ഷേപിക്കപ്പെടാം. ഇതൊരു അനബോളിക് ഹോർമോൺ ആയതിനാൽ എന്തും ശേഖരിച്ച് വയ്ക്കുന്ന പ്രവണതയായിരിക്കും ഇൻസുലിനുള്ളത്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്ത് കൊടുത്തു കഴിഞ്ഞാലും അത് ഉടനെ ശേഖരിക്കുന്ന മട്ടാവും. അപ്പം ആദ്യം കൂടുതൽ അന്നജം വരുന്നതനുസരിച്ച് രക്തത്തിൽ ഗ്ലൂക്കോസ് കൂടാതിരിക്കാനുള്ള എന്നുള്ളതാണ് ഇൻസുലിൻ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തി. എന്നാൽ കുറച്ച് നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇൻസുലിൻ പ്രവർത്തിക്കാൻ പറ്റാത്ത അവസ്ഥ വന്ന് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടായി മറ്റു പ്രശ്നങ്ങളാകുകയാണെങ്കിൽ പോലും ശരീരം എപ്പോഴും ഒരു അഡാപ്റ്റീവ് ഫേസിലേക്ക് എല്ലാം ക്രമീകരിച്ച് നിർത്തുക എന്നുള്ള ഒരു പരിശ്രമമാണ് നമ്മുടെ ശരീരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് പരാജയപ്പെടുമ്പോഴാണ് പല പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഫേസിൽ ഇൻസുലിൻ്റെ അളവ് കൂടി നിൽക്കുന്നത് കാരണം ഇൻസുലിൻ്റെ പ്രവർത്തനം കാരണം
തടി കൂടാം, നീര് കൂടാം, രക്തക്കുഴലുകളിൽ കൊഴുപ്പ് നിക്ഷേപിക്കപ്പെടാം, ഫാറ്റി ലിവർ ഉണ്ടാവാം, മറ്റുള്ള പല ദോഷങ്ങളും നമ്മുടെ ശരീരത്തിൽ മൊത്തം. ഇനി ഈ കാര്യങ്ങൾ ഡയബറ്റീസിന് മരുന്ന് കഴിച്ച ഉടനെ ഷുഗർ നോർമലായത് ഉടനെ മാറി എന്ന് കരുതിയാൽ അവിടെ തെറ്റി. അത് മാറുന്നില്ല. അവർക്കും ലോ കാലറി ഡയറ്റിലേക്ക് പോകുക, ഇൻസുലിൻ റെസിസ്റ്റൻസ് മാറ്റുക, വേണ്ട രീതിയിൽ വ്യായാമം ചെയ്യുക, നല്ല ഉറക്കം കിട്ടുക, മാനസിക സമ്മർദ്ദങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ സുസ്ഥിരമായ രീതിയിൽ രക്തത്തിൻ്റെ ഗ്ലൂക്കോസിൻ്റെ അളവ് ക്രമീകരിച്ച് കൊണ്ടുപോകാൻ സാധിക്കും. ഇതെല്ലാം പറയുന്ന ടൈപ്പ് 2 ഡയബറ്റീസുകാർക്കാണ്. അപ്പം ഈ ഒരു കാര്യം വ്യക്തമായ രീതിയിൽ മനസ്സിലായെങ്കിൽ മാത്രമേ ഇനി ഡയബറ്റിക് റിവേഴ്സലിനെ കുറിച്ച് ഞാൻ പറയുന്ന മറ്റു കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു വ്യക്തത അനുഭവപ്പെടും.